CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഇടപ്പാളിൽ കാർ പുറകോട്ടെടുക്കുന്നതിനിടെ നിയന്ത്രണമിട്ട് മതിലിലിടിച്ചുണ്ടായ അപകടത്തിൽ 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ഉദിനിക്കര റോഡിൽ താമസിക്കുന്ന മടത്തിൽ വീട്ടിൽ ജാബിറിന്റെ മകൾ അമ്രുബിന്ദ് ജാബിർ. സംഭവത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഇരുമ്പുപെട്ടി പാഴിയോട്ടുമുറിയിൽ ഗുഡ്സ് വാൻ ഇടിച്ച് കാൽനട യാത്രക്കാരന് ദാരുണാന്ത്യം. പാഴിയോട്ടുമുറി സ്വദേശി കുളങ്ങര വീട്ടിൽ 46 വയസ്സുള്ള ഡേവിസാണ് മരിച്ചത്. വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന ഡേവിസിനെ ടാങ്കിൽ വെള്ളം കയറ്റി വരികയായിരുന്ന വാഹനം ഇടിച്ചു തെറിപ്പിച്ചാണ് അപകടം. വരവൂർ തളിയിലെ അറിവുമാലിന്യ പ്ലാന്റിനെതിരെ വെള്ളിയാഴ്ച രാത്രിയിൽ നടന്ന പ്രതിഷേധം നാട്ടുകാരും പോലീസുമായുള്ള സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ലാത്തിവീശി. പോലീസ് അകാരണമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പോലീസ് വാഹനത്തിനു മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഗുരുവായൂർ ദേവസ്വം ആനക്കോട്ടയിലെ പിടിയാന നന്ദിനി ചെരിഞ്ഞു. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ആഴ്ചകളായി കിടപ്പിലായിരുന്നു. ഓർമ്മയായത് ഗുരുവായൂർ ഉത്സവത്തിന്റെ പള്ളിവേട്ടയ്ക്കും ആറാട്ടിനും ക്ഷേത്രത്തിനകത്തെ പ്രദക്ഷിണത്തിൽ സ്ഥിരമായി പങ്കെടുത്തിരുന്ന പിടിയാന. കടങ്ങോട് മൂക്കില പീടികയ്ക്ക് സമീപം ഓട്ടോറിക്ഷയിൽ ഗുഡ്സ് വണ്ടി ഇടിച്ച് അപകടം. ഓട്ടോറിക്ഷയിൽ നിന്ന് ഗ്യാസ് ചോർന്നത് പരിഭ്രാന്തിക്കിടയാക്കി. കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തി ഗ്യാസ് ചോർച്ച തടഞ്ഞു. ക്രൈസ്തവ വിശ്വാസികൾ കൊഴുക്കട്ട ശനി ആചരിച്ചു. വലിയ നോമ്പിന്റെ ഭാഗമായി ഓശാന ഞായറിന്റെ തലേദിവസമായ ശനിയാഴ്ചയാണ് കൊഴുക്കട്ടയുണ്ടാക്കുന്നത്. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സമാപനമായി. ആർത്താറ്റ് ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാറും ടെലിഫിലിം പ്രദർശനവും സംഘടിപ്പിച്ചു. ശുദ്ധജലത്തിനായി നാട്ടുകാരെ ആശ്രയിച്ചിരുന്ന ആദൂർ ദേവസ്വം നഗർ കിണറിന്റെ നവീകരണം പൂർത്തിയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീലാദൂരിന്റെ ഇടപെടലിനെ തുടർന്നാണ് പദ്ധതി നടപ്പിലാക്കിയത്. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും നേതൃത്വത്തിൽ കുട്ടികൾക്കായി അവധിക്കാല സൗജന്യ യോഗ പരിശീലനം ആരംഭിച്ചു. സംയുക്ത മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ചാവക്കാട് ബഹുജന പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. ഫിഷറീസ് വകുപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ശുചിത്വസാഗരം സുന്ദരതീരം ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭയിലെ ബ്ലാങ്ങാട് ബീച്ച്, പുത്തൻകടപ്പുറം, ചെങ്കോട്ട ബീച്ച് എന്നിവിടങ്ങളിൽ നിന്നും മാലിന്യം ശേഖരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ശുചിത്വസാഗരം സുന്ദരതീരം 2ാം ഘട്ടം ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി കടപ്പുറം ഗ്രാമപഞ്ചായത്തിൽ അഴിമുഖം മുതൽ മുനക്കടവ് വരെയുള്ള തീരം വൃത്തിയാക്കി. കടവല്ലൂർ പരിവക്കുന്ന് നൂറുൽ ഹുദ മദ്രസയിലെ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം സുലൈമാൻ അസ്ഹരി നിർവഹിച്ചു. മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവക ദേവാലയത്തിൽ 40ാം വെള്ളി ആചരിച്ചു. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കടൽ തീരങ്ങൾ പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്ന ശുചിത്വസാഗരം സുന്ദരതീരം 2ാം ഘട്ട ഏകദിന ശുചിത്വ ക്യാമ്പയിൻ മന്നലാംകുന്ന് ബീച്ചിൽ നടന്നു. പുന്നയൂർ പഞ്ചായത്ത് 7ാം വാർഡിലെ പനന്തറ കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 45 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ മധ്യവയസ്കൻ ലോഡ്ജിൽ കുഴഞ്ഞു വീണ് മരിച്ച നിലയിൽ. മലപ്പുറം പരപ്പനങ്ങാടി ഉള്ളാനം മണ്ണാറക്കൽ തെക്കേപുരക്കൽ വീട്ടിൽ 56 വയസ്സുള്ള സുഭാഷാണ് മരിച്ചത്. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.